ഇനി ഒരു സംശയം, മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? അത് ഉത്തരം പറ. വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ ഇതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? എനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓർമ്മയുണ്ടോ? നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ, കാരണം മുകേഷ് പറഞ്ഞിരിക്കുന്നത് ആ തെളിവുകൾ ഞാൻ 25,000 ഞാൻ ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി. അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു, സോറി കേട്ടോ ഞാൻ ടൈറ്റ് ആണ്, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. വാട്സ്ആപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അതായത് മറ്റേ ഇതല്ലടാ, മുകേഷ് ഏട്ടാന്നാണ് പറയുക. ഒന്നുമില്ല. ഞാൻ ഇപ്പൊ എല്ലാരും ചേട്ടാ വിളിച്ച് അങ്ങ് ശീലിച്ചു പോയോണ്ട് എല്ലാരും ചേട്ടൻ വിളിക്കാറുള്ളത്. വാട്സ്ആപ്പ് ചാറ്റിൽ ഇപ്പോഴും മുകേഷ് എന്ന് വരുന്നില്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു MLA സ്ഥാനത്തിരിക്കുകയല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരത്ത് എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണൻകുട്ടി അല്ല. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ, ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്കൊന്നുമുണ്ട്, അത് കാണിക്കട്ടെ. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യകാലത്ത് കണ്ട് അയച്ചായിരുന്നു. സോമന മുകേഷേട്ടൻ ഇതൊക്കെ കളാമ, സരിത ചേച്ചിയായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, സരിത ചേച്ചിയുടെ 2 ആൺകുട്ടികൾ, അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതോ ഞാൻ ഓർക്കുന്നുണ്ട്, ശരിക്കും ഓർക്കണില്ല. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. ചുംബനത്തിന്റെ ഒരു സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൾറെഡി ഇതായിട്ടുണ്ട്. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ്, എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. അതാണ് മറക്കരുത്. അതായിരുന്നു എന്റെ ഇത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ചാനല്. ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട്, കുറെ പേര്, എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് ഉമ്മ അതിന്റെ ഒരു എന്താണ് ഐക്കോണ, എന്താ പറയാ, അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം, ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. അല്ലല്ല, കാരണം ഇത് പൊതുസമൂഹം അതിനർത്ഥം എന്താ? അല്ലല്ല, അത് തുറന്നു പറഞ്ഞത് നന്നായി. അതെ, ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മോൾക്ക് വേണമെങ്കിൽ മോളെ കൊടുക്കും. അതെന്റെ ഒരു സ്നേഹപ്രകടനം. അതിന് പ്രേമമായിട്ടോ കാമമായിട്ടോ കാണരുത്. മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു. ഞാൻ വന്നപ്പോഴത്തേക്ക് കസിന് ഞാനെന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു. അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ട് അവനിട്ട്. ഞാൻ പറഞ്ഞു എന്ത്? മുകേഷിനെ ഞാൻ വിളിച്ചു. എന്നിട്ട് അപ്പം അവൻ പറയാം, ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ, വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം, നീ എന്താണ് എന്റെ പെങ്ങളെ നീ ചെയ്ത്. അങ്ങനെ ഇവ കുറെ ഇവൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അത് വേണ്ടിയിരുന്നില്ല, നീ നിനക്കോടുന്ന ഫോൺ കിട്ടിയ. ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചേ? അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ. എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത്, പക്ഷെ ഞാൻ മിണ്ടിയിട്ടില്ല, എനിക്കറിയത്തില്ല. 2013 25,000 രൂപ ചോദിച്ചു, 2022 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു.
ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചത് മോളുടെ ഫീസ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടാവും അല്ലേ? 25,000 രൂപ അല്ല 1,00,000 രൂപ വേണം എന്ന് ആവശ്യപ്പെട്ട് മെസ്സേജ് ആയിട്ട് അയച്ചു. അത് പിന്നീട് മിനു കണ്ടു. മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു, ഇത് ഞാൻ അയച്ചതല്ല, ഇത് കസിൻ അയച്ചതാണ്, അത് കാര്യമാക്കരുതെന്ന് പറഞ്ഞു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ? കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന്, ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാപ്റ്റർ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നതെല്ലാം കൂടെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ SIT അടുത്തിട്ട് ഞാൻ 164 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ 1 lakh മിനുവിന്റെ അക്കൗണ്ട് നമ്പർ കസിൻ മെസ്സേജ് എന്റെ ഫോണിൽ അറിയാമായിരുന്നോ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അറിയാം. പിന്നെ അവനറിയാം. അവന് ഞാൻ എന്തോ അത്യാവശ്യം വേണ്ടി ഞാൻ എന്റെ നമ്പർ അവന് പൈസ അയച്ചിട്ടുണ്ട്, അവൻ എനിക്കും അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവന്റെ അതുണ്ട്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പക്ഷേ ആ സമയത്ത് അദ്ദേഹം അക്കൗണ്ട് നമ്പർ എടുക്കണം, അക്കൗണ്ട് നമ്പർ നമ്മുടെ മുകേഷിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. അതങ്ങനെ കസിൻ ചെയ്തൊരു ചെയ്ത്താണ്. അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു? പാരയല്ല, അത് അനുഗ്രഹമായി. ഞാനത് കാണാതിരുന്നത് നന്നായി. ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കത്തില്ലേ? അത് ഇത് ഭയങ്കര ഒരു പ്രൂഫ് അല്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ അപ്പൊ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തായിരുന്നേ. പക്ഷെ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ. അതിനകത്തൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയതേ, ഈ മിനു ആ പരാതി പറഞ്ഞില്ല. 2009 മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് 25,000 രൂപ 4 വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു. ആ പണം തരുന്നില്ല. പിന്നീട് ഒരു 9 വർഷം കഴിയുമ്പോൾ 1,00,000 രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു. ഇത് രണ്ടും ബ്ലാക്ക് മെയിലിംഗിന്റെ ഡെഫിനിഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു. അതല്ല ഉദ്ദേശം. ഒരിക്കലും ഇല്ല. അതെങ്ങനെ ഞാനൊരു കാര്യം പറയാം. ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടു അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കസിൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചാലും ആൾക്കാർക്ക് വരാനും അവരെ കൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൂടെ? അത് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും മെമ്പർഷിപ്പ് വേണമെന്ന് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് എന്തെങ്കിലും എനിക്ക് തരുമായിരിക്കാം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഏതോ ഒരു ന്യൂ ഇയറിന് ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു ദിവസം ഞാൻ സെൻഡ് ചെയ്തിരിക്കാം. കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻ ഹിം. നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. സംസാരിച്ചിട്ടില്ല. ഞാൻ വിദ്യാലയ കോളിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ഓർമ്മയുള്ളൂ. അവിടുന്ന് പോകുന്നതിന് ഈ പീഡനം നടന്നതിന് ശേഷം സംസാരിച്ചത് മോളുടെ ഫീസിന്റെ കാര്യം മാത്രം. അല്ല, വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ടായിരുന്നു. വേറെ ഞാൻ സംസാരിച്ചിട്ടില്ല. എന്താ എന്റെ ഉദ്ദേശം? 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. 1 രൂപയും തന്നിട്ടില്ല. 1 രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി. ഒന്ന് മനസ്സിലാക്കി അല്ലേ? സഹായിക്കണോ വേണ്ടിയോ? അതിനൊരു കടമയില്ലേ? ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നില്ല. പിന്നെ 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളെ വിടില്ല എന്നൊരു മനസ്സിൽ എനിക്ക് പാടുണ്ടായിരുന്നു. ഞാൻ ഇയാളെ അപ്പൊ അത് ഞാൻ സഹായം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വാട്ട് എ ക്രൂവൽ പേഴ്സൺ ഹി ഈസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് 25,000 രൂപ മിനുവിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ 25,000 രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഒരു പക്ഷേ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലൊന്നും മുന്നിൽ മുതിരില്ലായിരുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അടിപൊളി.